നിങ്ങൾ റീസെൻ്റ്ലി കേട്ട് കാണും 6 വയസ്സുള്ള ഒരു കുട്ടി ഹീറ്റ് സ്ട്രോക്ക് കാരണം കാർഡിയക് അറസ്റ്റ് വന്ന് മരിച്ചു എന്നുള്ളത്. ഞാൻ ചാൾസ് ചെയ്യും. ഇതൊരു അർജൻറ്റായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു ഇൻഫർമേഷനാണ്. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹീറ്റ് സ്ട്രോക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി കുട്ടികൾ കാർഡിയക് അറസ്റ്റ് വന്നൊക്കെ മരിക്കും. ആക്ച്വലി ഹീറ്റ് സ്ട്രോക്സ് എന്ന് പറയുന്ന സംഗതി പണ്ടേ ഉള്ളതാണ്. കാരണം കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് സ്വെറ്റ് വലിയ ആൾക്കാരുടെ പോലെ ആക്ച്വലി പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല. കാരണം അവരുടെ സ്വെറ്റ് ഗ്ലാൻസ് ഒക്കെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അത് മാത്രമല്ല ബോഡി ടെമ്പറേച്ചർ കുറച്ചുകൂടെ ഹയറാണ്. കാരണം ഗ്രോത്ത് നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബോഡി ടെമ്പറേച്ചർ ഹയറാണ്. സ്വെറ്റ് ഗ്ലാൻസ് വളർന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇത്രയും വിയർക്കുന്നുണ്ടല്ലോ. ഓഫ് കോഴ്സ് ബോഡി ഹീറ്റ് അത്രയും ഉള്ളിൽ ഫങ്ഷൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗ്രോത്തിൻ്റെ ടൈമിലായതുകൊണ്ട് തന്നെ അത്രയും സ്വെറ്റ് ചെയ്യും, ബോഡിക്ക് അത്രയും ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം എക്സ്റ്റേണൽ ഹീറ്റ് കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഇത് ഡബിളായിട്ടാണ് ഇവരുടെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവുകയും ഈ ചൂടിൽ ബോഡി കൂടുതൽ ഹീറ്റ് ആവുകയും ചെയ്യും. പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കുടിക്കുന്ന ഒരു ശീലം കുറവാണ്. കുട്ടികളിലത് വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കറക്റ്റായിട്ട് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ്. 1.2 ലിറ്റേഴ്സ് മുതൽ ഒരു 1.8 ലിറ്റേഴ്സ് വരെ ഒരു ഡേയിൽ കവർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. അത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ ഇൻ്റർവെൽസ് വെച്ചിട്ട് വേണമെങ്കിലും അത് കൊടുക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, വേറെ ഡ്രിങ്കുകൾ, അതായത് പാക്ഡ് ഡ്രിങ്ക്സ്, ബ്രാൻഡഡ് പാക്ഡ് ഡ്രിങ്ക്സ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക മാക്സിമം. കാരണം അതിലുള്ള പല ഇൻഗ്രീഡിയൻസും പ്രോസസ്സ് ചെയ്യാനായിട്ട് വെള്ളം തന്നെ കൺസ്യൂം ചെയ്യപ്പെടും എന്നുള്ളതാണ്. വേറെ എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലി വിറ്റമിൻസും മിനറൽസും ഒക്കെ തരുന്ന ഡ്രിങ്ക് മാക്സിമം കുടിക്കാൻ നോക്കുക. അതായത് കരിക്ക് വെള്ളം, ലൈം ജ്യൂസ്, സോൾട്ട് ഇട്ട് അങ്ങനെയുള്ളതും കുടിക്കാൻ നോക്കുക. എഗെയിൻ അതിൽ ശ്രദ്ധിക്കാനുള്ള, ലൈം ജ്യൂസ് കുടിക്കുന്നത് വെള്ളത്തിന് ഇക്വലൻ്റ് അല്ല. വെള്ളം സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെയിം ക്വാണ്ടിറ്റി കവർ ചെയ്തിരിക്കാം. ഫുട്ബോൾ കോച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന സമയം ഒരു സ്ട്രക്ചറുണ്ട്. ബേസിക്കായിട്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 40 മിനിറ്റ് വരെ ഒരു സെഷൻ എടുക്കാൻ പാടുള്ളൂ. അതിൽ ഒരു 15 മിനിറ്റ്സിലൊരിക്കൽ ഹൈഡ്രേഷൻ, അതായത് വാട്ടർ ഇൻടേക്ക് എടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു റൂളാണ്. ഇതൊരു സയൻറ്റിഫിക് പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇത് നമ്മുടെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള പല ക്ലാസ്സസിലും ഈ ഫോമാറ്റ്സ് ഒന്നും ഇത് എടുക്കുന്നവർക്ക് ആക്ച്വലി അറിയത്തില്ല. അപ്പോൾ എന്തുവരുമെന്ന് വെച്ചാൽ അവർ കണ്ടിന്യൂസ്ലി കൂടുതൽ നേരം എടുക്കും, വെള്ളം കുടിക്കുന്നതിൽ സ്കിപ്പിംഗ് വരും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. പക്ഷേ നേരത്തെ ഒരു ലാസ്റ്റ് 10 ഇയേഴ്സ് ബിഫോർ ഓർ 5 ഇയേഴ്സ് ബിഫോർ ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു മുട്ടുവേദനയോ ഒരു ജോയിൻറ്റ് പെയിനോ മാത്രമായിട്ട് നിന്നിരുന്ന ഒരു സംഗതിയാണ്. ഇന്ന് അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഫേറ്റൽ ലെവലിലോട്ട് വന്നിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഹാർട്ടും ഒരു മസിലാണ്, അതും ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പം കാർഡിയാക് അറസ്റ്റ് വരും. ഒരു ആക്ടിവിറ്റി നാളെ ചെയ്യാൻ പോകുന്നു, ഇന്ന് വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നാളത്തേക്ക് എഫക്റ്റ് ചെയ്യും. ഇതെല്ലാം പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 1 ലിറ്റർ വെള്ളമെങ്കിലും, ഒരു 1.2 ലിറ്റേഴ്സ് വെള്ളം എന്നും കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഒരു 15 മിനിറ്റ്സിലൊരിക്കൽ വെള്ളം കുടിക്കാനായിട്ടുള്ള രീതിയിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെഷൻസിൽ വേണം കൊണ്ടുപോയി ആക്കാൻ. നിങ്ങൾ ഏതെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സസിനോ കുട്ടിയെ കൊണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ ടീച്ചറിനോടോ അല്ലെങ്കിൽ കോച്ചിനോടോ ചോദിക്കാം എത്ര നേരത്തിലൊരിക്കലാണ് ഇത് കൊടുക്കുന്നതെന്നുള്ള, ബ്രേക്ക് കൊടുക്കുന്നതെന്നുള്ളതെല്ലാം ചോദിക്കാം. അത് 15 മിനിറ്റ്സിലൊരിക്കൽ ആയിരിക്കണം, അത് നിർബന്ധമായിട്ടും ആയിരിക്കണം. കാരണം ഈ വക സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ നാട്ടിൽ കുറവാണ്. ഇതിൽ യാതൊരുവിധ ഒഫൻസും ഇല്ല ടീച്ചേഴ്സിനോടും കോച്ചസിനോടും. ഈ ഒരു സ്ട്രക്ചർ പല കോച്ചസിനും ടീച്ചേഴ്സിനും അറിയത്തില്ല കുട്ടികൾക്ക് ഇങ്ങനെ എഫക്ട്സ് ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിൽ വിട്ടുപോകാറുണ്ട്. അപ്പം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വാട്ടർ ഇൻടേക്ക് പ്ലസ് ലൈം ജ്യൂസ്, കോക്കനട്ട് വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പാക്ഡ് ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ഒരു ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി, ഇപ്പോൾ ഇനി ഡാൻസ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും കോച്ചിങ് ആയിക്കോട്ടെ, ആ ആക്ടിവിറ്റി കഴിഞ്ഞ് കുട്ടികൾ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പാക്ഡ് ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. കാരണം കുടിക്കുമ്പോൾ ഒരു എനർജി കിട്ടും ഡെഫിനറ്റ്ലി, ബട്ട് ഇറ്റ് വിൽ കൺസ്യൂം വാട്ടർ. നമ്മൾ വീണ്ടും ഡീഹൈഡ്രേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഒരു റിക്കവറിക്ക് നമ്മളൊരു പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് ഡേ അതിൻ്റെ എഫക്ട്സ് വന്നുകൊണ്ടിരിക്കും. ഹീറ്റ്, ഇന്നത്തെ ഒരു ടെമ്പറേച്ചറും കൂടെ അനുസരിച്ച് ഇത്രയും ഹ്യൂമിഡിറ്റി ഉണ്ട്. ആ ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എഫക്റ്റ് ചെയ്യും. അത് മസിൽ എന്നുള്ളതിനെ ഉപരി ഇത് ഹാർട്ടിലേക്ക്, ഓഫ്കോഴ്സ് ഹാർട്ട് ഒരു മസിലാണ്, പക്ഷെ അത് ഇൻവോളണ്ടറി ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നൊരു മസിലാണ്. ആ മസിലിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും വേണ്ടതാണ്. കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല, പെട്ടെന്ന് കയറി എഫക്റ്റ് ചെയ്യും. ഇത് കൊച്ചുകുട്ടികളിൽ മാത്രമല്ല വലിയവർക്കും എഫക്റ്റ് ചെയ്യും. ബട്ട് ഫേറ്റൽ ലെവലിൽ വരെ പോകണമെന്നില്ല. മസിൽ ക്രാംസും വേറെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.